ഹലോ, എല്ലാവരും ഞങ്ങളോട് ചോദിക്കുന്നുണ്ട് സേഫ് ആണോ എന്ന്. കാരണം നമ്മുടെ വീട് ആലപ്പുഴയാണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ചെങ്ങന്നൂരാണ്. അപ്പം വെള്ളം കയറിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിലോട്ടൊന്നും വലുതായിട്ട് കയറത്തില്ല. പക്ഷെ ഇവിടെ ക്യാമ്പൊക്കെ തുടങ്ങി. നമ്മുടെ ചുറ്റുമുള്ള വീട്ടിലെല്ലാം വെള്ളം കയറും. അപ്പം ഇന്ന് കാണിച്ചു തരാം കേട്ടോ, നമ്മുടെ നാടും ആറും എങ്ങനെയാണ് വെള്ളം പൊങ്ങുമ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലാവുന്നത്, എന്തുമാത്രം ഇത് ഇല്ലേ, അങ്ങനെ ഉണ്ടല്ലോ ഇല്ലേ. ഫസ്റ്റ് ഞങ്ങൾ തേവരകുളത്തിലാണ് പോയി നോക്കുന്നത്. തേവരകുളം എന്ന് പറയുന്നൊരു ഞങ്ങളുടെ പാർത്ഥസാരഥി അമ്പലത്തിന്റെ റോഡ് ഒരു ദ്വീപ്. ഇവിടെ വെള്ളം കയറി നമ്മൾ പെട്ടുപോകും. ഇങ്ങോട്ട് വെള്ളം കയറത്തില്ല, എങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. 4 വശവും വെള്ളവാ. 4 വശം വെള്ളവാ. ഞങ്ങളുടെ വീടിന് ചുറ്റും വെള്ളവാ. അപ്പൊ നമുക്ക് പോയി കണ്ടിട്ട് വരാം. ആദ്യമായിട്ട് നമ്മൾ പോകുന്നത് തേവരകുളം. തേവരകുളം എന്ന് പറയുമ്പോൾ അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു, മുങ്ങിപ്പോയി, അങ്ങനെയൊക്കെ ഇല്ലയോ, അങ്ങനെയൊക്കെയാണ് പറയുന്നത്, അറിയത്തില്ല. നമുക്കിപ്പോ തേവരകുളത്തിന്റെ അവിടെ കുഞ്ഞിലെ ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ സൈക്കിളൊക്കെ ഇങ്ങനെ പോയി നോക്കുമായിരുന്നു, എന്തുമാത്രം വെള്ളം കയറി എന്ന് കാണാനായി. ഞങ്ങളുടെ അമ്പലമുണ്ട്, പാർത്ഥസാരഥി ക്ഷേത്രം. നമുക്ക് നേരെ തേവരകുളം. അതുകൊണ്ട് അവിടെ നമ്മൾ തേവരകുളത്തിലേക്ക് എത്തുകയാണ് കേട്ടോ. ഇവിടാണ് നമ്മുടെ ശരിക്കും വെള്ളം എന്തുമാത്രം കയറിയെന്നൊക്കെ അറിയാൻ പറ്റുന്ന ഒരു സ്ഥലം. നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ തേവരകുളം, ഇല്ലയോ അമ്മേ? ഇത് നമ്മളിപ്പോ ഇതുവഴി പോകാനാണ്. അപ്പൊ അമ്മ പോകുന്ന ആ അമ്മയ്ക്ക് ലിഫ്റ്റ് കൊടുക്കായിരുന്നു. പക്ഷെ അമ്മ പകുതിയായില്ലേ, അല്ലെങ്കിൽ ആ അമ്മയ്ക്ക് ലിഫ്റ്റ് കൊടുത്ത് നമുക്ക് അപ്പുറത്ത് ഇറക്കായിരുന്നു. ഇതാണ് ഞങ്ങൾ ഇവിടുത്തെ മെയിൻ. വെള്ളം പൊങ്ങുമ്പോ മീൻ പൊക്കുക, ഇതൊക്കെയാണ് വിനോദം. വെള്ളം കുറയുന്നുണ്ട് കേട്ടോ, വെള്ളം അല്ലേ നല്ല വെള്ളം. ഇവിടെ വരെ വെള്ളം ഉണ്ടായിരുന്നു, ഇപ്പൊ വെള്ളം കുറഞ്ഞിട്ടുണ്ട് ഗായ്സ്. അപ്പൊ കുഴപ്പമില്ല, നമുക്ക് നൈസായിട്ട് ഒന്ന് നോക്കാം. അപ്പൊ ഇതാണ് നമ്മൾ വെള്ളത്തിലോട്ട് വണ്ടി ഇറക്കാൻ പോവാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ വഴി. ഈ വഴി വെള്ളം കയറുന്ന അറിഞ്ഞിട്ടാണ് നമ്മൾ നോക്കുന്നത്, വെള്ളം കയറാറായോ ഇല്ലയോ എന്നൊക്കെ. ഓ, നല്ല വെള്ളമുണ്ട് കേട്ടോ. പെയ്യേ പോത്തുള്ളു, ബ്രേക്ക് കിട്ടത്തില്ല വെള്ളം കയറിയാല്. ബൈക്കിലെടുത്തോളാം. അത്ര നല്ല വെള്ളം ഉണ്ടായിരുന്നു. ഈ വീടിന്റെ ഒക്കെ പുറയിലെല്ലാം വെള്ളം കയറിയേക്കുവാട്ടെ. ഈ വീടിന്റെ ഒക്കെ പുറയിലെല്ലാം വെള്ളം കയറിയേക്കുക. അപ്പൊ നമ്മള് ഈ ഒരു ചെറിയൊരു ദൂരേ ഉള്ളു, പക്ഷെ നമ്മുടെ വീട്ടിൽ വെള്ളം കയറത്തില്ല. ആ ഒരു പോസിറ്റീവ്. പക്ഷെ നമ്മള് കഴിഞ്ഞ അവിടെ 2018 പ്രളയത്തിന് ഫുഡൊന്നും ഇല്ലായിരുന്നു നമുക്ക് കഴിക്കാനൊന്നും. ഒന്നുമില്ലായിരുന്നു കഴിക്കാൻ. പക്ഷെ നമ്മൾ അന്ന് കുഴപ്പമില്ല, നമ്മള് പിടിച്ചു നിന്ന്. ഇനി എങ്ങോട്ടാടാ? ഈ നമ്മുടെ മെയിൻ വഴിയാണ് കേട്ടോ. അവിടെ ഒരു ചെറിയ വഴിയാണ് അവിടെ, ഒരു ചെറിയൊരു വഴിയാണ്. ആറും കണ്ടു. അവിടെ വെള്ളം ഇങ്ങനെ ഭയങ്കര സീനാണ് കാണാൻ. ഇത് ചെങ്ങന്നൂർ തൊട്ട് പെരിങ്ങലിപ്പുറം അമ്പലം അവിടെ പോകുന്ന റോഡാണ് ഈ കാണിക്കുന്നത്. കഴിഞ്ഞ പ്രളയത്തിന് ഈ റോഡ് മൊത്തം വെള്ളമായിരുന്നു കേട്ടോ. ഇങ്ങോട്ടൊന്നും നമുക്ക് വരാനേ പറ്റത്തില്ലായിരുന്നു. ഇവിടെ ഫുൾ വെള്ളമായിരുന്നു. ഇവിടെ ഇപ്പം കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഈ കണ്ടം മൊത്തം നിറഞ്ഞ് ഈ വെള്ളം എല്ലാം ഇവിടെ കയറുമായിരുന്നു. ഇവിടെ മൊത്തം ഫുൾ വെള്ളമായിരുന്നു. ഇത്തവണ പക്ഷെ വെള്ളം ഇവിടുത്തെ വരവ് കുറവാ. ഇവിടെ ഒക്കെ വെള്ളം കയറുമായിരുന്നു. ഇവിടെ ഒന്നും ഇത്തവണ വെള്ളം വലുതായിട്ടൊന്നും കയറിയിട്ടില്ല. എന്തോ ദൈവത്തിന്റെ ഭാഗ്യം. ഇതാണ് ഗ്രാമം കേട്ടോ. ഇവിടെ ഒക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ഇത്തവണ ഒന്നും കയറിയില്ല. സന്തോഷം. ഇവിടെ എല്ലാം കയറാതിരിക്കട്ടെ. പക്ഷെ വെള്ളമെല്ലാം ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളം കയറി ബ്രേക്കൊക്കെ സീനാണ്. കിടന്നൊക്കെ അടിക്കണം. വളരെ പെയ്യാണ് നമ്മൾ പോകുന്നത്. കാരണം ബ്രേക്ക് വെള്ളം കയറിയ നമ്മുടെ ഇതിന്റെ മാനുവല്ല മൊത്തം, അത് ഹൈഡ്രോളിക് ഒന്നുമല്ല. അപ്പൊ പിന്നെ ഭയങ്കര ബ്രേക്ക് കിട്ടാൻ നല്ലതായിട്ട് ചവിട്ടണം നമ്മള്. ഇതാണ് പെരിങ്ങലിപ്പുറം റോഡ്. ഇവിടെ വെള്ളം കയറും. ഇതാണ് വെള്ളം കയറും, നന്നായിട്ട് വെള്ളം കയറും. രണ്ട് സൈഡും കണ്ടവാ. ഇവിടെ വെള്ളം കയറും. ഇവിടെ നിറഞ്ഞ നേരെ പോകുന്നത് അമ്പലത്തിലോട്ടാ, പെരിങ്ങലിപ്പുറം അമ്പലം. ഇത് കാണിരു മോനെ. അതുകൊണ്ട് ഇത് റോഡാണ്, മെയിൻ റോഡാണ്. നല്ല വാടകയുണ്ട്. അപ്പൊ ഒന്ന് ഓർത്ത് നോക്കിയേ, വീട്ടിലൊക്കെ വെള്ളം കയറിയുള്ള അവസ്ഥ. അല്ല, ഇവിടങ്ങളിലുള്ള വീട്ടുകാരുടെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. വീട്ടിലൊക്കെ വെള്ളം കയറി. വെള്ളം ഇറങ്ങിയിട്ട് ഇന്നലെ ഞങ്ങൾ വെള്ളം ഉണ്ടായിരുന്നു. ആ വണ്ടിക്കാരൻ അയ്യോ കേറി കിടക്കുവാ. ഇനി കേറി ആണോ?
നമ്മള് വീടൊന്നും ഇല്ലാത്തടത്ത് മാത്രമാണ് കേട്ടോ വണ്ടിയും കൊണ്ട് പോകുന്നത്. ഈ ഓളം തട്ടുന്ന സ്ഥലത്തോട്ട് നമ്മള് വണ്ടി കൊണ്ട് പോകത്തില്ല കേട്ടോ. ഇതൊരു വഴി. വേറൊരു വഴിയുണ്ട്, അവിടെ വെള്ളം കയറിയിട്ടില്ല. ഇപ്പൊ നമ്മള് കണ്ട 2 വഴിയും വലിയ വെള്ളമില്ല. കഴിഞ്ഞ തവണ ഈ 2 വഴിയും നമുക്ക് പോകാനൊന്നും പറ്റത്തില്ല, ഭയങ്കര ഒഴുക്കും ഒക്കെ ആയിരുന്നു. വീടുകളിൽ കയറിയായിരുന്നു. അപ്പൊ നമുക്ക് അടുത്ത വഴി കാണിച്ചു തരാവേ. അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത വഴി ഉളുന്നിലോട്ടുള്ള. ഇവിടെ വെള്ളം ഒന്നും കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ തവണ ഇതൊക്കെ മൊത്തം മുങ്ങിയായിരുന്നു. മീൻ പിടിക്കുന്നുണ്ടോ? അങ്ങനെ പേര് കണ്ടോ നിറഞ്ഞു കിടക്കുന്നു. നല്ല ഒഴുക്കുണ്ട്. പക്ഷെ എല്ലാ പ്രാവശ്യവും ഒക്കെ ഇവിടെ വെള്ളം കയറുന്നു. എല്ലാ തവണ ഇവിടെ എല്ലാം വെള്ളം കയറുന്നു. ഇത്തവണ കയറിയില്ല. ആറിന്റെയൊക്കെ വീതി ആഴം കൂട്ടിയുണ്ട്. ആറിന് പിന്നെ ആഴം കൂട്ടിയായിരുന്നു, അതുകൊണ്ടാ. അതെ, ആറിന് ആഴം കൂട്ടി വീതി കൂട്ടിയോണ്ട് പേടിയാണ്. ഇതാണ് ഗൈസ് നമ്മുടെ അടുത്ത ഒരു മെയിൻ ഏരിയ. ഇവിടെ ഇപ്പഴാണ് റോഡൊക്കെ പണി സെറ്റ് ആയത്. ഇവിടെ ഒക്കെ വലിയതായിട്ടൊന്ന് നമ്മളിവിടെ അവിടെ വെള്ളം ഇറങ്ങുന്ന അനുസരിച്ച് നമ്മളിവിടെ കയറി തുടങ്ങില്ലയോ? വെള്ളം റോഡിൽ കയറിയേക്കുന്നുണ്ട്. ഈ റോഡിലൊക്കെ കയറിയേക്കുന്നുണ്ട്. വീടിന്റെ സൈഡെല്ലാം കയറിയേക്കും. കണ്ടോ ഇന്നലെ ഇത്രയും കയറിയില്ലായിരുന്നു. ഇവിടെ കുറച്ചേറെ കയറിയിട്ടുണ്ട്. ഇന്നലെ ഞങ്ങള് വന്നായിരുന്നു. ഇന്നലെ ഇത്രയൊന്നും കയറിയില്ലായിരുന്നു. ഇന്നലെ ഇത്രയും ഇല്ലായിരുന്നു. ഇവിടെ വേറെ കയറി. കണ്ടോ എവിടെട്ട് തിരിക്കും മോനെ? ഇവിടെ നിർത്തി അവിടോട്ട് പോയിട്ട് പോവാം. അത് കാണിച്ചടാ. അങ്ങോട്ട് നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ട് ഗൈസ്. അതാണ് അങ്ങോട്ട് നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ട്. അതാ വണ്ടി ഒന്നും വിടത്തില്ല. അതാ അങ്ങനെ വെച്ചേക്കുന്നത് കേട്ടോ. വീടുകളുണ്ട് അവിടെ എല്ലാം അടിച്ചു കയറും. അതെ, നമ്മൾ അങ്ങോട്ട് പോകത്തില്ല. നമ്മള് പോകുന്നില്ല. ഇതാണ് ഞങ്ങളുടെ നാട്. ഇത് അച്ചൻകോവിലാറാണോ ഇപ്പൊ പമ്പയാണോ? അച്ചൻകോവിലാറ്. അതുകൊണ്ട് അവിടെ കാണിരും മോനെ അപ്രവശം. അവിടെ എല്ലാം ഇപ്പൊ ഇത് ഈ തവണ വലിയ കുഴപ്പമില്ല. ഭാഗ്യം, എന്തോ ഭാഗ്യം. ആഴം കൂട്ടിയേക്കുന്നുണ്ടാ. ഇവിടെ എല്ലാം ആഴം കൂട്ടി, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കണ്ടോ എനിക്ക് പേടി. എന്റെ പൊന്നു ഞാൻ വരുന്നില്ല. എന്റെ പൊന്നച്ചാ നന്ദവേ. ഓ മോനെ അവിടെ ഒക്കെ കാണീരടാ. ഇത് കണ്ടോ അപ്പുറത്ത് പമ്പയാറാ. ഇപ്പൊ ഒഴുക്ക് എങ്ങോട്ടാ? നേരത്തെ അങ്ങോട്ടായിരുന്നു. ഇങ്ങോട്ട് വരുവായിരുന്നു. ഇപ്പൊ അച്ചൻകോവിലാറ്റിൽ അങ്ങോട്ട് പമ്പയാറിന് പോവാ. അങ്ങ് പടിഞ്ഞാറോട്ട് പോവാണോ? ആരും ഒന്നും വിചാരിക്കരുത് അച്ചൻകോവിലാർ ഏതാ പമ്പയാറാന്ന് അറിയത്തില്ല. എടാ ഒന്ന് പറഞ്ഞു പറ ആരെങ്കിലും. ഇത് അച്ചൻകോവിലാറ്, അതറിയാം. അത് പമ്പയാറ്. അത് ഇന്നല്ല എപ്പോഴും അങ്ങനെ തന്നെ. ഇന്നലെ അങ്ങനെ അല്ലായിരുന്നു ഇല്ലയോ മോനെ? ഇങ്ങോട്ട് ഇത് ഭയങ്കര ആഴമുണ്ട് ഇവിടൊക്കെ. ഇവിടെ സംഭവം എന്ന് വെച്ചാ നല്ല ആഴമുണ്ട് ഇവിടെ. എന്തിനാ ചെളിയാ ഇവിടെ? ഒന്നുമില്ല. വേണ്ട എനിക്ക് പേടിയാ. ഇതൊക്കെ തട്ടി എന്ത് ഇത് ഈടല്ല എന്തിനു പേര് പറയുന്നത്? ഈ തിട്ടയൊക്കെ കെട്ടിയേക്കുന്നോണ്ട് പിച്ചിങ് ഒക്കെ കെട്ടിയേക്കുന്നോണ്ട് വലിയ കുഴപ്പമില്ല നമുക്ക്. എന്നിട്ട് ഇങ്ങോട്ട് ഇത് കണ്ടോ കേട്ടോ, 6 അവിടെ തൊട്ടാ തുടങ്ങുന്നത്. അവിടെ വരെയുള്ള 6. ഈ ചെടി കഴിഞ്ഞ 6 തുടങ്ങുന്നത്. ഇതിപ്പോ ഇവിടെ വരെ വെള്ളം കയറിയേക്കുക. കഷ്ട വീട്ടുകാരെയൊക്കെ ഒന്ന് സമ്മതിക്കണം. ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഉളുന്തിയിലെ. പക്ഷെ തെക്കോട്ട് പോയിരുന്ന കുറച്ചുകൂടെ കിട്ടിയെന്ന്. അവിടെ വീടുകളിൽ വെള്ളം കയറിയും വണ്ടിയെ പോകുമ്പം ഒക്കെ ഒക്കുന്നിടത്തെല്ലാം ഞങ്ങൾ എടുത്ത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ.